Hi friends, welcome to Crafty Dreams. ഇതൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. പിസ്താഷ്യയിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മടക്കി കോൺ ഷേപ്പിലാക്കിയിട്ട് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലിലാണ് പിസ്താഷ്യയിൽ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ മുൻപ് കഴിഞ്ഞ വർഷം ഇതുപോലെ ക്രിസ്മസ് ട്രീ ചെയ്തിരുന്നു. അത് ഞാൻ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് മടക്കുന്നത്. ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു പീസ് കാർഡ്ബോർഡ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഞാനിങ്ങനെ ഫസ്റ്റ് ലെയർ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അടുത്തതായിട്ട് വരുമ്പോൾ ഈ രണ്ട് പിസ്താഷ്യലിൻ്റെ ഗ്യാപ്പിലായിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലെയറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇതിൻ്റെ മേലേക്ക് ഈ നിൽക്കുന്ന രീതിയിലാവും ആക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ കുറേ പിസ്താഷ്യലിൻ്റെ ആവശ്യം വരും. അപ്പോൾ നിങ്ങളിൽ കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം. അധികം ഗ്യാപ്പ് ഇട്ട് ചെയ്യേണ്ട. ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല. പിന്നെ ഇതുപോലെ നമുക്കെല്ലാം അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്യാപ്പിൽ ചെറിയൊരു പിസ്താഷ്യൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ലെയറും ഇതുപോലെ ഇതിന് ടോപ്പിലായിട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കുറച്ചിനി കയറ്റി വെക്കാട്ടോ, അല്ലെങ്കിൽ പിസ്താഷ്യലിൽ ചിലപ്പോൾ തികയാതെ വരും. അതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണാം. ഞാനിപ്പോൾ ഇത്രയും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻ കൂടി നമുക്ക് ഇനി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏരിയയിലും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ.
ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പിലൊക്കെ കൂടി ടച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെറ്റാലിക് കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാറും കൂടി വെച്ച് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ പേപ്പർ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഗോൾഡ് മെറ്റാലിക് കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. മെറ്റാലിക് ഗ്രീൻ കളർ കൊണ്ടൊന്ന് ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാവിടെയും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും. അതുപോലെ എല്ലാവിടെയും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവിടെയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് സ്റ്റാർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്യാപ്പിലൊക്കെ ചെറിയൊരു ബീഡ്സും വെച്ച് കൊടുക്കാം. ചെറിയ ബീഡ്സും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് അരികിലൊക്കെ ഗോൾഡ് മെറ്റാലിക് പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ട്രീ ആണ്. കുറച്ച് ടൈം വേണമെന്നുള്ളത് സ്റ്റിക്ക് ചെയ്യാൻ മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്